ഹായ് ഗായ്സ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മുടെ അഡ്വക്കേറ്റ് നവീന് നമ്മുടെ നന്ദുവിനോട് ഒരു ഇഷ്ടമൊക്കെ തോന്നുകയാണ് കേട്ടോ. എന്നാൽ അനിയാണ് സ്വന്തം മനസ്സിലെ ഇഷ്ടം നവീനോട് തുറന്നു പറഞ്ഞിട്ടൊന്നുമില്ല. സുഹൃത്താണെങ്കിൽ പോലും നവീനോട് ഒരു കാര്യവും അനി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നവീൻ്റെ മനസ്സിൽ നന്ദു കയറി കൂടുകയാണ്. അത് അനിയോട് തന്നെ നവീൻ തുറന്ന് പറയുക. അപ്പോൾ അനിക്ക് പിന്നെ ഒന്നും പറയാൻ വയ്യാത്ത അവസ്ഥയാവുക. അത് കഴിയുമ്പോൾ നവീൻ അത് നന്ദുവിനോടും പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഇതെങ്ങനെയെങ്കിലും തടയണമല്ലോ. അങ്ങനെ ഇവർ രണ്ടിൻ്റെ ഇടയിലേക്ക് മറ്റൊരാൾ കൂടി കടന്നു വരികയാണ് അഡ്വക്കേറ്റ് നവീൻ. അങ്ങനെ ചില സംഘർഷഭരിതമായ നിമിഷങ്ങളിലൂടെയൊക്കെ പത്തനംമാറ്റ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണല്ലോ അനന്തപുരി. നയന ഗർഭിണിയായപ്പോൾ പിന്നെ ദേവയാനിയെ നയനയെ നിലത്ത് നിർത്തുന്നില്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പോലും സമ്മതിക്കാതെ ദേവയാനി നയനയുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടേ ഇങ്ങനെ ഇരിക്കുകയാണ്. അത് നമ്മുടെ ജലജയ്ക്കും അബിക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ എങ്ങനെയെങ്കിലും നയനയുടെ കുഞ്ഞിനെ കൂടി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ അബി. അബി ആ വിവരം വിളിച്ച് അനാമികയോട് പറയുകയും അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു പ്ലാൻ ഇടുകയും ഒക്കെ ചെയ്യാണ് കേട്ടോ, ഈ എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ. ഇത് നമ്മുടെ ആദർശും നയനയും കേൾക്കാണ്. അപ്പോൾ അബിയെ തന്നെ പൂട്ടുന്നുണ്ട്. അബിയോട് പറയുന്നുണ്ട്, അബി നീ ചെയ്യുന്ന ഒന്നും ശരിയായ കാര്യമല്ല. നീ ഇനി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ നിന്റെ പണി തീരും എന്ന് പറയാണ്. നിനക്കെതിരെ എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. കാരണം ചന്തു മോള് നിന്റെ മോളാണെന്നുള്ളതിനുള്ള DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് വരെ ഞങ്ങളുടെ കയ്യിലിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പം അബി നീ ഇതിനൊന്നും മുതിരരുതെന്ന് പറയുക ആദർശം നയനയും കൂടെ. അപ്പം അബി പറയുന്നുണ്ടില്ല, ഇനി ഇതൊന്നും ആരോടും പറയാനൊന്നും പോകരുതെന്ന് പറയാം. അപ്പം നയന പറയാണ്, അബി ഈ വിവരം നവ്യേച്ചി എങ്ങാനും പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നറിയുമോ? നവ്യേച്ചിയോട് പല പ്രാവശ്യം ഞാനത് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നവ്യേച്ചി പറഞ്ഞിരിക്കുന്നത് നിന്നെ കൊന്നിട്ട് നവ്യേച്ചി ജയിലിൽ പോകും, എന്നിരുന്നാലും നിന്നെ വെറുതെ വിടില്ല എന്നാ. എന്നെപ്പോലൊന്നും അല്ല നവ്യേച്ചി, അതുകൊണ്ട് നീ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞ അബിക്കൊരു താക്കീതൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. പക്ഷേ അബി അതൊന്നും മനസ്സിലാക്കുന്നില്ല. അബി എങ്ങനെയെങ്കിലും അനാമികയുമായിട്ട് ചേർന്ന് ഈ പണി ഒപ്പിക്കണം എന്ന് തന്നെ വിചാരിക്കുകയാണ്. അങ്ങനെ അനാമികയുമായിട്ട് അബി ഈ കാര്യങ്ങൾ പോയി സംസാരിക്കാം. അങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ നന്ദു അതുവഴി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദു ഇവരെ രണ്ടുപേരെ കൂടെ കാണുമ്പോൾ വണ്ടി നിർത്തിയിട്ട് അബിയോട് ചോദിക്കുന്നുണ്ട്, ആഹാ ഇപ്പോഴും ഇവളുമായിട്ടുള്ള സംസാരമൊക്കെ ഉണ്ടല്ലേ, ഇനിയും അനന്തപുരിയിലുള്ളവരെ ഒറ്റ കൊടുക്കാനുള്ള പണിയാണോ അബി എന്ന് ചോദിക്കുക. അപ്പോൾ അബി പറയുന്നുണ്ട്, നീ എന്തിനാ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തിരക്കുന്നത്? അഥവാ ഞാൻ ഒറ്റ കൊടുക്കാനാണെങ്കിലും നിനക്കെന്തെങ്കിലും മുടക്കുണ്ടോ എന്ന് ചോദിക്കുക. അപ്പം നന്ദു പറയുന്നുണ്ട്, അബി ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ചാൽ നീ അന്ന് ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. കാരണം അനാമിക ആ കേസ് കൊടുക്കാനും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്ന അനന്തപുരിയിലുള്ളവരെ നാണം കെടുത്താനും ഒക്കെ കാരണം അബി നീ തന്നെയാണ്. നവീൻ വക്കീൽ നിന്റെ കോൾ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ഉടനെ തന്നെ അബി പറയോ, ഓ നിനക്ക് അത്ര ഉറപ്പാണോ? ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തെങ്കിലും നീ ഇതിലൊന്നും ഇടപെടണ്ട. നീ ആരാ ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ? അനാമികയുമായിട്ട് ഇനിയും ഞാൻ സംസാരിക്കുകയും പല കാര്യങ്ങളും തീരുമാനിക്കുകയും ഒക്കെ ചെയ്യും എന്ന് പറയാണ്. അപ്പോൾ ഉടനെ അനാമിക ചോദിക്കുകയാണ്, നിന്റെ ചേച്ചി ഇപ്പം ഗർഭിണിയായിട്ടുണ്ടല്ലോ, ഇനി അവളുടെ കാര്യങ്ങളൊക്കെ നീ നോക്ക്, അല്ലാതെ എന്നെ ഭരിക്കാനായിട്ട് നീ വരണ്ട. ഇനിയിപ്പോൾ അനന്തപുരിയിലുള്ളവരൊക്കെ അവളെ എടുത്ത് തലയിൽ വെച്ച് നടക്കില്ലേ, അത് കണ്ടങ്ങ് ആസ്വദിക്ക്, അല്ലാതെ എന്നെ ഭരിക്കാൻ വേണ്ടി നീ വരണ്ടെന്ന് പറയുക. അപ്പോൾ അനാമിക അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നന്ദു പറയും, ഓ ഇപ്പം ഒത്തുകൂടിയതിൻ്റെ ആവശ്യം ഇതായിരിക്കും അല്ലേ? നീ അന്ന് നവ്യേച്ചിയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊല്ലാൻ പാലിൽ വിഷം ചേർത്ത് വെച്ച് ശ്രമിച്ചതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അതുപോലെ എങ്ങാനും ഇനി നയനേച്ചിയോട് കാണിച്ചാൽ നയനേച്ചിയുടെ കുഞ്ഞിന് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയാൽ നിന്നെ ഒന്നും വെറുതെ വിടുകയല്ല, ഞാൻ പച്ചയ്ക്ക് കത്തിക്കുമെന്ന് നന്ദു പറയുക. അങ്ങനെ ഇവർ രണ്ടുകൂടെ ഡിസ്കസ് ചെയ്ത് നിൽക്കുന്ന കണ്ടിട്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ നന്ദുവിന് തോന്നുവാണ് അബിയും അനാമികയും കൂടെ ചേർന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പണി ഒപ്പിക്കുമെന്ന്. നന്ദു ആണെങ്കിൽ അപ്പോഴേ നയനയെ വിളിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, നയനേച്ചി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ അനാമികയും അതുപോലെ അവിടെയുള്ള അബി എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ, അവനെയും വിശ്വസിക്കാനേ കൊള്ളില്ല. അന്നറിയാലോ നവ്യേച്ചിയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അനാമിക അവളുടെ അമ്മയും കൂടി പാലിൽ വിഷം ചേർത്ത് കൊടുത്തതൊക്കെ ആ കഥകളൊക്കെ ചേച്ചിക്ക് അറിയില്ലേ? ഇനിയും അത് ആവർത്തിച്ച് കഴിഞ്ഞാൽ എന്താവുമെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ നയനേച്ചി ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളിലും. ആരും തരുന്ന ഭക്ഷണമൊക്കെ വിശ്വസിച്ച് കഴിക്കരുത്, എല്ലാത്തിനും ഒരു ശ്രദ്ധ വേണമെന്നൊക്കെ പറയാം. അപ്പോൾ നയന പറയുന്നുണ്ട്, അറിയാം മോളെ, അബി അങ്ങനെ ചില പണികളൊക്കെ ഒപ്പിക്കുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അങ്ങനെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം മാത്രമേ ഞാൻ കഴിക്കുന്നുള്ളൂ. അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം അത് വിശ്വസിച്ച് കഴിക്കാമല്ലോ എന്നൊക്കെ പറയാണ്.
അപ്പം നന്ദു പറയുന്നുണ്ട്, ഞാനൊരു താക്കീത് തന്നേ ഉള്ളൂ. ഈ അബി എന്ന് പറയുന്നവനാണെന്ന് തോന്നുന്നു അനന്തപുരിയിൽ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നതെന്ന് പറയണം. അപ്പം നയനയും പറയുന്നുണ്ട്, ഒരു പരിധി വരെ അതൊക്കെ ശരി തന്നെയാണ്, അബിയാണ് ഇവിടുത്തെ പകുതി പ്രശ്നങ്ങൾക്കും കാരണം എന്ന് പറയുക. അങ്ങനെ അവരതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് നവീനാണെങ്കിൽ ചില വിവരങ്ങളൊക്കെ കിട്ടുകയാണ് കേട്ടോ. അന്ന് ഈ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ കേസ് കൊടുക്കാനും അനന്തപുരിക്കാർക്കെതിരെ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ മുന്നിൽ നിന്നത് അനാമികയെ സഹായിച്ചത് അബിയാണെന്നുള്ള വിവരം. കാരണം അബിയും അനാമികയും കൂടെ പല സ്ഥലത്ത് വെച്ച് കാണുകയും അതുപോലെ കോൾ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ അബിയും അനാമികയും തമ്മിൽ മണിക്കൂറുകളോളം സംസാരിക്കുകയും ഒക്കെ ചെയ്തെന്നുള്ള വിവരം കിട്ടുകയാണ്. അപ്പോൾ ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോഴേക്കും നമ്മുടെ നവീന് മനസ്സിലാകുകയാണ് അബിയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു ഇതെന്ന്. ഉടനെ തന്നെ വിളിച്ച് നന്ദുവിനോട് പറയുന്നുണ്ട്, നന്ദു, ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത്. നിങ്ങളുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അനന്തപുരിയിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് പ്രധാന കാരണം അബിയാണ്. അവൻ പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ്. അനാമികയുമായിട്ട് ചേർന്ന് അനന്തപുരിയിലുള്ളവരെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അബി തന്നെയാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പം നന്ദു പറയാനും എനിക്കും ആ കാര്യത്തിൽ ഒരു വിശ്വാസമൊക്കെ ഉണ്ട്, അബിയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയുക. അപ്പോൾ ഈ കോൾ ഡീറ്റെയിൽസൊക്കെ നന്ദുവിനെ കാണിച്ചു കൊടുക്കുകയാണ് നവീൻ. അങ്ങനെ നവീന് നന്ദുവിൻ്റെ ഇടപെടലൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും നവീൻ്റെ മനസ്സിലേക്ക് നന്ദു കയറി കൂടുകയൊക്കെ ചെയ്യാണ്. അതിനൊക്കെ ശേഷം നവീന് അനിയെ വിളിക്കുന്നുണ്ട്. അനിയെ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇത്ര വഷളാകാൻ കാരണം നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരുത്തൻ തന്നെയാണ് ആ അബി. അവൻ ആ അനാമികയുമായിട്ട് ചേർന്നാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അവർ തമ്മിൽ കണ്ടും സംസാരിച്ചും ഒക്കെ ഒരു ഡീൽ ഉറപ്പിച്ചാണ് അനന്തപുരിയിലുള്ളവരെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും അനി പറയുന്നുണ്ട്, ശരിയാ, അബി അതിനൊക്കെ കൂട്ടു നിൽക്കും, അവൻ്റെ സ്വഭാവം പണ്ടേ അങ്ങനെ തന്നെയാണ് എന്ന് പറയാണ്. അപ്പം നന്ദുവിൻ്റെ കാര്യം മനസ്സിലിങ്ങനെ കിടക്കല്ലേ നവീൻ ആ വിവരം അനിയോട് പറയാൻ പോവാണ്. അനിയോട് പറയുന്നുണ്ട്, അനി, എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുക. അപ്പോൾ അനി ചോദിക്കുന്നുണ്ട്, എന്താ നവീന് പറയാനുള്ളത്? അത് എനിക്ക് പേഴ്സണലായിട്ടൊരു കാര്യമാണ് പറയാനുള്ളത്. അല്ല, എന്തോ ഉണ്ടല്ലോ, എന്താന്ന് വെച്ചാൽ പറ എന്ന് അനി പറയാം. അപ്പം നവീൻ പറയാണ്, എൻ്റെ മനസ്സിൽ ഒരാൾ കയറി കൂടിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്ന് പറയുക. അപ്പം അനി ചോദിക്കുന്നുണ്ട്, അതാരാ അങ്ങനെ ഒരാൾ കയറി കൂടാനായിട്ട് എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, അത് ഞാൻ സീക്രട്ടാണ്, ഞാൻ പറയാമെന്ന് പറയാം. അപ്പോൾ അനി പ്രോത്സാഹിപ്പിച്ച് വിടുക കേട്ടോ. അനി പറയുന്നുണ്ട്, ആഹാ, അങ്ങനെ ഒരാൾ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണല്ലോ, നമുക്കതങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോയാലോ. എന്തായാലും ആരാണ് നവീൻ്റെ മനസ്സിലുള്ളതെന്ന് വെച്ചാൽ ആ കുട്ടിയെ കണ്ടെത്തി നവീനെ വിവാഹം കഴിച്ചെന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് പറയാണ്. നിങ്ങളുടെ ബന്ധത്തിന് എല്ലാ ഭാവുകങ്ങളിലും ഞാനങ്ങ് നേരാണ്, എന്തായാലും നിങ്ങളുടെ വിവാഹം നടക്കണം എന്ന് പറയാം. അപ്പോൾ ആ നവീൻ പറയുന്നുണ്ട്, ഞാൻ ആ കുട്ടിയോട് ഈ വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഇനി പറയാൻ കിടക്കുന്നേയുള്ളെന്ന് പറയാം. അപ്പോൾ അനി പറയാം, ആഹാ, ഇത്രയായിട്ട് ഇതൊന്നും പറഞ്ഞിട്ടില്ലേ, എന്തായാലും നമുക്കത് പറയണമല്ലോ. എന്തായാലും ആ കുട്ടിയെ നേരിട്ട് കണ്ട് നവീൻ ഇഷ്ടം അറിയിക്കണം, ആ കൂടെ ഞാനും ഉണ്ടാവും, അതിനുള്ള തടസ്സങ്ങളൊക്കെ ഞാൻ മാറ്റിത്തരും, കൂടെ നിൽക്കുന്ന ഒരു ചങ്ക് ബ്രോയെ പോലെ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പം നവീൻ പറയാം, നാളെ അനി നമുക്കൊരിടം വരെ പോകണം, എൻ്റെ കൂടെ താൻ വന്നാൽ മതി, തനിക്കൊരു സർപ്രൈസ് ആയിരിക്കും, എൻ്റെ മനസ്സിലുള്ള ആ പെൺകുട്ടി ആരാണെന്ന് അവിടെ വെച്ച് ഞാൻ പറയും എന്ന് പറഞ്ഞ് അനിയെ കൂട്ടിക്കൊണ്ട് പോവാണ്. പിറ്റേ ദിവസം അനിയും നവീനും കൂടെ പോവാണ് നന്ദാവനത്തിലേക്ക്. നമ്മുടെ നന്ദുവിനെ കണ്ട് നവീൻ്റെ ഇഷ്ടം അറിയിക്കാൻ വേണ്ടി പോവുക. അനി ഇതൊന്നും അറിയാതെ വണ്ടിയിൽ പോവുക. പോകുന്ന വഴിക്ക് നന്ദാവനത്തിൽ ചെന്ന് നിൽക്കുമ്പം അനി ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇവിടെ നിർത്തിയത് വണ്ടി? അല്ല അനി, കൂടെ വാ, ഇവിടെ ഒരാളെ കാണണം എന്ന് പറയാം. അപ്പോഴും അനിയുടെ മനസ്സിൽ നന്ദുവിനെ കൂടി അനിക്കും കാണാമല്ലോ, നന്ദുവിനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകാനായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് കയറി ചെല്ലുക. അപ്പോൾ കയറി ചെല്ലുമ്പോൾ നന്ദു ഉണ്ട്, ആഹാ, എന്താ നിങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ നവീനെ നല്ല രീതിയിൽ സ്വീകരിച്ചൊക്കെ കയറ്റി ഇരുത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ നന്ദു. അങ്ങനെ ആകുമ്പോഴേക്കും നവീൻ നന്ദുവിന് നേരെ നോക്കി ഇങ്ങനെ വളരെ പ്രണയാതുരമായിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ എനിക്കൊരു സംശയം തോന്നുക, ഇനി ഇവൻ്റെ മനസ്സിൽ ഇവിളെങ്ങാനും ആണോ എന്നൊക്കെ തോന്നുക. അപ്പോൾ നന്ദുവിനോട് പറയുന്നുണ്ട് നവീൻ, നന്ദുവിനോട് കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്കൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. നന്ദുവുമായിട്ട് അടുത്ത് ഇടപഴകിയപ്പോൾ നന്ദുവിനോട് എനിക്കൊരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഒരേ പ്രൊഫഷണലിലും ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രൊഫഷണലല്ലേ. നന്ദുവിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നന്ദു ഭയങ്കര സത്യസന്ധയും നല്ല സ്മാർട്ടും ഒക്കെയാണ്. ഇത്രയും സ്മാർട്ടായ ഇൻ്റലിജൻ്റായ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടേ ഇല്ല ഞാൻ ഇതിനു മുമ്പ്. അതുകൊണ്ട് എനിക്ക് നന്ദുവിനെ ഇഷ്ടമാണ്. ഉള്ള കാര്യം നേരെ പറയാലോ, നമുക്ക് രണ്ടുപേർക്കും വിവാഹം കഴിച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുക. കുറച്ച് ദിവസങ്ങളായി എൻ്റെ മനസ്സിൽ ഇങ്ങനെ കയറി കൂടിയിരിക്കുകയായിരുന്നു. ഞാനിപ്പോൾ എന്നെ അനിയൻ കൂട്ടിക്കൊണ്ട് വന്നതാ ഈ നന്ദുവിനെ കാണിച്ചു തരാൻ. ഇപ്പം അനി കണ്ടോ, എൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി ദേ ഇതാണെന്ന് പറയാം. അപ്പം അനി സത്യം പറഞ്ഞാൽ അനി ഞെട്ടിപ്പോവാണ് കേട്ടോ.
അനി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുമ്പം നന്ദു അതെ ഞെട്ടി നിൽക്കുകയാണ്. ഒന്നും വയ്യാത്ത അവസ്ഥയിലാണ് കേട്ടോ. ഇപ്പം നവീൻ പറയാണ്, ഈ പെൺകുട്ടിയാണ് ഞാൻ ഇഷ്ടമെന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ ഞങ്ങളുടെ വിവാഹത്തിന് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അത് അനി മാറ്റി തരണം. ഞങ്ങളുടെ വിവാഹം സന്തോഷമായിട്ട് നടക്കാനായിട്ട് അനി സഹായിക്കുകയും ചെയ്യണം. അങ്ങനെയല്ലേ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ചെയ്യേണ്ടേ, അല്ലേ അനി എന്നൊക്കെ ചോദിച്ച് തട്ടുമ്പോൾ അനി പറയാം ആ ശരി എന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുക. നന്ദു ആണെങ്കിലും ആകെ വിഷമിച്ച് എന്ത് ചെയ്യണമെന്നറിയാം. നവീൻ ഇങ്ങനെ ഘോരം പ്രസംഗിക്കുക. ഇതൊക്കെ കേട്ടിട്ട് അങ്ങ് സഹിക്കാൻ വയ്യാതെ അനി അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോവാണ് വിഷമിച്ച്. നവീനാണെങ്കിൽ എന്ത് സംഭവിച്ചെന്നറിയാതെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്